പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LGSന്റെ മോഡൽ എക്സാമിന്റെ 5ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. പണ്ഡിത രമാഭായി ആര്യ മഹിളാ സഭ, സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജം, ജ്യോതിറാവു ഫുലെ സത്യശോധക് സമാജ്, സർ സയ്യിദ് അഹമ്മദ് ഖാൻ മുഹമ്മദ് ആംഗ്ലോ ഓറിയന്റൽ കോളേജ്. അപ്പൊ ഇത് ഈ ഒരു ഓർഡറിലാണ് വരുന്നത്. പണ്ഡിത രമാഭായ് ആര്യ മഹിളാ സഭ, സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജം, ജ്യോതിറാവു ഫുലെ സത്യശോധക് സമാജ്, സർ സയ്യിദ് അഹമ്മദ് ഖാൻ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 പ്രകാരം ഇന്ത്യയുടെ ഭരണനിർവഹണത്തിനായി നിയമിക്കപ്പെട്ട ഉന്നത പദവിയാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. ആരാണ് ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ? ആൻസർ ഓപ്ഷൻ എ ആണ്, എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലി. 1925 കാക്കോരി ഗൂഢാലോചന കേസിന് നേതൃത്വം കൊടുത്ത വിപ്ലവകാരി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, രാം പ്രസാദ് ബിസ്മിൽ. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമാണ് സിവിൽ നിയമലംഘന പ്രക്ഷോഭം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1 തെറ്റും 2 ശരിയുമാണ്. ശരിയായിട്ടുള്ളത് നോക്കാം. 1929 ലാഹോർ സമ്മേളനത്തിലാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പൊ അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഗാന്ധിജിയുടെ 11 ആവശ്യങ്ങളിൽ ബ്രിട്ടീഷ് സർക്കാർ അനുകൂലമായ പ്രതികരണം നൽകാത്തതിനെ തുടർന്ന് മഹാത്മാഗാന്ധിജിയാണ് നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ചത്. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മുമ്പാകെയാണ് ഗാന്ധിജി 11 ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ആ ആവശ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. സൈനിക സിവിൽ അഡ്മിനിസ്ട്രേഷൻ ചെലവുകൾ 50% കുറയ്ക്കുക എന്നതാണ് ഒന്നാമത്തെ ആവശ്യമെന്ന് പറയുന്നത്. രണ്ടാമത്തേത് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുക. മൂന്നാമത്തേത് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റുകളിൽ പരിഷ്കാരങ്ങൾ നടത്തുക. തോക്കുകളുടെ ലൈസൻസ് നൽകുന്നതിൽ ജനകീയ നിയന്ത്രണം അനുവദിക്കുന്ന സായുധ നിയമം മാറ്റുക. അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ തടവുകാരെയും വിട്ടയക്കുക. തപാൽ സംവരണ ബിൽ അംഗീകരിക്കുക. പ്രത്യേക ബൂർഷ്വ അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു 3 ഉണ്ട്. 1. രൂപയും സ്റ്റെർലിംഗും തമ്മിലുള്ള അനുപാതം മാറ്റുക. ടെക്സ്റ്റൈൽ സംരക്ഷണം അവതരിപ്പിച്ചു. ഇന്ത്യക്കാർക്ക് റിസർവ് തീരദേശ ഷിപ്പിംഗ്. അതുപോലെ തന്നെ കർഷകരുടെ പ്രത്യേക അവകാശങ്ങൾ എന്ന് പറഞ്ഞ് 2 ഉണ്ടായിരുന്നു. ഭൂവരുമാനം 50% കുറയ്ക്കുക. ഉപ്പ് നികുതിയും സർക്കാരിന്റെ ഉപ്പ് കുത്തകയും നിർത്തലാക്കുക. ഇങ്ങനെ ഒരു 11 ആവശ്യങ്ങളാണ് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മുമ്പാകെ ഗാന്ധിജി മുന്നോട്ട് വെച്ചത്. സതി സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വില്യം ബെന്റിക് പ്രഭു. രാജാറാം മോഹൻ റോയുടെ സഹായത്തോടു കൂടിയാണ് വില്യം ബെന്റിക് പ്രഭു സതി സമ്പ്രദായം നിർത്തലാക്കിയത്. മൗണ്ട് ബാറ്റൺ പദ്ധതി തയ്യാറാക്കാൻ അദ്ദേഹത്തെ സഹായിച്ച വ്യക്തി താഴെ പറയുന്നതിൽ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, VP മേനോൻ. താഴെ പറയുന്നതിൽ റഷ്യയുടെ സഹായത്താൽ നിർമ്മിച്ച ഉരുക്ക് നിർമ്മാണശാലകളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാമാണ്? ആൻസർ വരുന്നത് ഡി ആണ്, ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ആണ് വരുന്നത്. ഫിലായ്, വിശാഖപട്ടണം, ബൊക്കോറോ ഇത് 3 റഷ്യയുടെ സഹായത്താൽ നിർമ്മിച്ച ഉരുക്ക് നിർമ്മാണശാലകളാണ്. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇരുമ്പുരുക്ക് ശാലകളും സ്ഥിതി ചെയ്യുന്ന സ്ഥലവും സവിശേഷതയുമാണ്. ഒന്നാമത്തത് ടിസ്കോ, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി. അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ജംഷഡ്പൂർ, ജാർഖണ്ഡിലാണ്. സവിശേഷത, ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടിസ്കോ. രണ്ടാമത്തത് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ഇസ്കോ. ഇസ്കോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കുൾട്ടി, ബരൺപൂർ, ഹിരാപൂർ. പശ്ചിമ ബംഗാളിലെ കുൾട്ടി, ബരൺപൂർ, ഹിരാപൂർ എന്നിവിടങ്ങളാണ്. സവിശേഷത എന്ന് പറയുന്നത് പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇസ്കോ. അപ്പോൾ ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല ടിസ്കോ, എന്നാൽ പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് ശാലയാണ് ഇസ്കോ. മൂന്നാമത്തേത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്, VISL. അത് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ഭദ്രാവതിയിലാണ്. സവിശേഷത, ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായമാണ് VISL. സ്ഥിതി ചെയ്യുന്നത് കർണാടക ഭദ്രാവതിയിലാണ്. ഫിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലെ ദുർഗിലാണ്. അതിന്റെ സവിശേഷത എന്ന് പറയുന്നത് 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത്. ഫിലായ് സ്റ്റീൽ പ്ലാന്റ് ഏത് രാജ്യത്തിന്റെ സഹായത്തോടെ സ്ഥാപിച്ചു എന്ന് ചോദിച്ചാൽ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ്
ഫിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിക്കുന്നത്? അടുത്തത് റൂർക്കേല സ്റ്റീൽ പ്ലാന്റ്. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലെ സുന്ദർഗഡിലാണ്. സവിശേഷത എന്ന് പറയുന്നത് 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചതാണ് റൂർക്കേല. അപ്പോൾ ഫിലായ് റഷ്യയുടെ സാങ്കേതിക സഹായമാണ്, റൂർക്കേല ജർമ്മനിയുടെ സാങ്കേതിക സഹായമാണ്. രണ്ടിനും ഒരേ വർഷമാണ് 1959. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ്. ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലെ ദുർഗാപൂരിലാണ്. സവിശേഷത 1962 UK സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ച ഒന്നാണ് ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റ്. UK സഹായത്തോടെ 1962 പശ്ചിമ ബംഗാളിലെ ദുർഗാപൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബൊക്കോറോ സ്റ്റീൽ പ്ലാന്റ്. ബൊക്കോറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലെ ബൊക്കോറയിലാണ്. സവിശേഷത 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് ആരംഭിച്ചത്. 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ചതാണ് ബൊക്കോറോ സ്റ്റീൽ പ്ലാന്റ്. അടുത്ത ചോദ്യം, 1965 ഇന്ത്യ പാക് യുദ്ധത്തിന്റെ കാരണം എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, കാശ്മീർ നിയന്ത്രണത്തിനായിട്ടാണ് 1965 ഇന്ത്യ പാക് യുദ്ധത്തിന്റെ പ്രധാന കാരണം. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ? ആൻസർ ഓപ്ഷൻ എ ആണ്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. പോറ്റി ശ്രീരാമലുവിന്റെ എത്ര ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്നാണ് അദ്ദേഹം മരണത്തിന് ഇരയായത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 58 ദിവസം. മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. പ്രസ്താവനകൾ വിലയിരുത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം ശരിയാണ്. മൗലിക അവകാശങ്ങൾക്കും നിർദ്ദേശക തത്വങ്ങൾക്കും ഇടയിൽ തർക്കം വന്നാൽ മൗലിക അവകാശം നിലനിൽക്കും എന്ന് ചെമ്പക ദൊരൈരാജൻ കേസിലൂടെ സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. മൗലിക അവകാശങ്ങൾക്ക് നിർദ്ദേശക തത്വങ്ങളെക്കാൾ മേൽക്കോയ്മ ഉണ്ട്. എന്നിരുന്നാലും ഭരണഘടനയുടെ അടിസ്ഥാന ഘടന നിലനിർത്തിക്കൊണ്ട് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിനായി മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ട്. ഇത് രണ്ടും ശരിയാണ്. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പരാമർശിക്കുന്നതിനായി 102 ഭേദഗതി പ്രകാരം പുതുതായി ചേർക്കപ്പെട്ട അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, അനുച്ഛേദം 338B. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു. 2ഉം 3ഉം ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെടാത്ത ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് തെറ്റാണ്. ലോകത്തിലെ എഴുതപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. താഴെ പറയുന്നതിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഭരണ കാലാവധി എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഭരണ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. പാർലമെന്റിൽ സമർപ്പിക്കേണ്ട നയത്തിന്റെ അന്തിമ നിർണയം നടത്തുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കേന്ദ്ര മന്ത്രിസഭയാണ് പാർലമെന്റിൽ സമർപ്പിക്കേണ്ട നയത്തിന്റെ അന്തിമ നിർണയം നടത്തുന്നത്. ഉഷ്ണകാലത്ത് വീശുന്ന പ്രാദേശിക വാദമായ ബർദോയ്സില വീശുന്ന പ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ആസാം. താഴെ പറയുന്ന അക്ഷാംശ രേഖകൾ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നവ ഏതാണെന്ന് തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ എ ആണ്, 1 മാത്രം. ഉത്തരായന രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത്. മന ചുരം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സസ്കർ. മന ചുര സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് സസ്കർ. അറബിക്കടലുമായും ബംഗാൾ ഉൾക്കടലുമായും അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, തമിഴ്നാട്. അറബിക്കടലുമായും ബംഗാൾ ഉൾക്കടലുമായും അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. ഉത്ഭവം, നിറം, ഉള്ളടക്കം, സ്ഥാനം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ മണ്ണിനങ്ങളെ വർഗീകരിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ മൊത്തം വിസ്തൃതിയുടെ 42% കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, എക്കൽ മണ്ണ്. എന്നാൽ നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ 1990 കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സഹായത്തോടെ രൂപം നൽകിയ സ്വയംഭരണ സ്ഥാപനമാണ് കില. താഴെ പറയുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം ശരിയാണ്. തന്നിട്ടുള്ള 2 പ്രസ്താവനകളും ശരിയാണ്.
ട്രെയിനിങ്, റിസർച്ച് ആൻഡ് എക്സ്റ്റൻഷൻ എന്നത് കിലയുടെ ആപ്തവാക്യമാണ്. അപ്പോൾ കിലയുടെ ആപ്തവാക്യമാണ് ട്രെയിനിങ്, റിസർച്ച് ആൻഡ് എക്സ്റ്റൻഷൻ. ജില്ലാതലത്തിൽ വികേന്ദ്രീകൃതമായ പരിശീലന സംവിധാനം സൃഷ്ടിച്ചുകൊണ്ട് സമയബന്ധിതമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിശീലന ആവശ്യങ്ങൾ നിറവേറ്റുന്ന സ്ഥാപനമാണ് കില. 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് CK ലക്ഷ്മണൻ. കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് മത്തി. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമായ ചെന്തുരുണി വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 2, 3 തെറ്റാണ്. ശരിയായിട്ടുള്ളത് കുളത്തുപുഴ റിസർവ് വനത്തിന്റെ ഭാഗമായ വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. തെറ്റായിട്ടുള്ളത് 1986 നിലവിൽ വന്നു എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. ചെന്തുരുണി വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1984 താഴെ പറയുന്നതിൽ സ്വകാര്യ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന കാറ്റാടി ഫാമുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കഞ്ചിക്കോട്. കഞ്ചിക്കോട് പാലക്കാട് ജില്ലയിലാണ്. ബാക്കി തന്നിട്ടുള്ള ഓപ്ഷൻ രാമക്കൽമേട് ഇടുക്കിയിലാണ്, അഗളി പാലക്കാടിലാണ്, അട്ടപ്പാടിയും പാലക്കാടിലാണ്. അപ്പോൾ ഈ രാമക്കൽമേട്, അഗളി, അട്ടപ്പാടി ഇത് 3 സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കാറ്റാടി ഫാമുകൾക്ക് ഉദാഹരണങ്ങളാണ്. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലസേചന പദ്ധതിയാണ് തെന്മല ഡാം. വേദ കാലഘട്ടത്തിന് മുൻപുണ്ടായിരുന്ന ദ്രാവിഡ ആരാധനയുടെ ഭാഗമായ മൺശില്പങ്ങൾ കണ്ടെത്തിയ കേരളത്തിലെ നദീതീരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് പമ്പ. മലനാട് പ്രദേശം കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ 48%. മലനാട് പ്രദേശം ഉൾപ്പെടാത്ത ഏക ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ആലപ്പുഴ. ആലപ്പുഴ മലനാട് പ്രദേശത്തിൽ ഉൾപ്പെടാത്ത ജില്ലയാണ്. എന്നാൽ മലനാട് പ്രദേശത്തിൽ ഉൾപ്പെടുന്നവയാണ് വയനാട്, കോട്ടയം, കാസർഗോഡ്. വയനാട്, കോട്ടയം, കാസർഗോഡ് ഇത് 3ഉം മലനാട് പ്രദേശത്തിൽ ഉൾപ്പെടുന്ന ജില്ലകളാണ്. വേമ്പനാട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് പാതിരാമണൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് കാലാവസ്ഥാ കാലത്താണ്? ലഭിക്കുന്ന ശരാശരി മഴ എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇടവപ്പാതിയാണ് 200 സെന്റിമീറ്റർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മഴ ഉള്ള കാലാവസ്ഥയാണ് ഇടവപ്പാതി. ശരാശരി മഴ എന്ന് പറയുന്നത് 200 സെന്റിമീറ്റർ ആണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി കുടിയൊഴിപ്പിക്കപ്പെട്ട ജനങ്ങളുടെ പുനരധിവാസത്തിനു വേണ്ടി നടന്ന സമരം താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് അമരാവതി സമരം. തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ് 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. 1932 സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായം ചേർന്ന് നിവർത്തന പ്രക്ഷോഭം. ഒന്നാമത്തെ പ്രസ്താവനയും രണ്ടാമത്തെ പ്രസ്താവനയും തെറ്റാണ്. ഒന്നാമത്തേത് 1981 ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് തെറ്റാണ്. വർഷം കറക്റ്റ് ആക്കുമ്പോൾ 1896 ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിലാണ് ഈഴവ മെമ്മോറിയൽ നടക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രസ്താവന വരുമ്പോൾ 1896 ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ മലയാളി മെമ്മോറിയൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് തെറ്റാണ്. 1891 ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിലാണ് മലയാളി മെമ്മോറിയൽ നടന്നത്. അപ്പോൾ ആ ഒരു വർഷം ഓർക്കുക. നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത് 1932 മലയാളി മെമ്മോറിയൽ 1891 ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിലാണ്. ഈഴവ മെമ്മോറിയൽ നടക്കുന്നത് 1896 ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിൽ. ഏത് ഉടമ്പടിയുടെ പ്രകാരമാണ് തിരുവിതാംകൂർ രാജാവ് സ്വന്തം ചെലവിൽ ഇംഗ്ലീഷുകാർക്ക് കുളച്ചലിൽ ഒരു കോട്ട കെട്ടിക്കൊടുക്കുമെന്നും കോട്ടയ്ക്ക് വേണ്ട പീരങ്കികളും വെടിക്കോപ്പുകളും കമ്പനി നൽകാമെന്നും സമ്മതിച്ചത്? ആൻസർ ഓപ്ഷൻ എ ആണ് വേണാട് ഉടമ്പടി. സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സമ്മേളനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പയ്യന്നൂർ സമ്മേളനം.
കേരള കത്തോലിക്ക സഭയിൽ വ്യാപകമായ ഭരണ പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ചാവറയച്ചനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത് നോക്കാം. പള്ളിയോടൊപ്പം ഓരോ പള്ളിക്കൂടം എന്ന സമ്പ്രദായം കുര്യാക്കോസ് ഏലിയാസ് ചാവറ കൊണ്ടുവന്നതോടെയാണ് കേരളത്തിലെ സ്കൂളുകൾക്ക് പള്ളിക്കൂടം എന്ന നാമം ലഭിച്ചത്. കേരളത്തിൽ സാക്ഷരതയുടെ പിതാവായി അറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. തെറ്റായിട്ടുള്ളത് വാഴത്തട വിപ്ലവം, വാകത്താനം ലഹള എന്നിവയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അത് തെറ്റാണ്. വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തി കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛൻ തന്നെയാണ്. എന്നാൽ വാകത്താനം ലഹളയുമായി ബന്ധപ്പെട്ട വ്യക്തി പൊയ്കയിൽ കുമാരദേവനാണ്. ഗദ്ദിക പ്രചാരണത്തിനുള്ള വയനാട്ടിലെ ആദിവാസി വിഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അടിയർ. ഗദ്ദിക പ്രചാരമുള്ള വയനാട്ടിലെ ആദിവാസി വിഭാഗമാണ് അടിയർ. താഴെ പറയുന്നതിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 3ഉം ശരിയാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഒരു ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് ഭുവൻ. ഗൂഗിൾ എർത്തിന് ബദലായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനമാണ്. 2009 മാർച്ചിൽ പ്രവർത്തനക്ഷമമായ ഭുവൻ ISROയാണ് നിർമ്മിച്ചത്. അപ്പോൾ ഈ 3 പ്രസ്താവനകളും ശരിയാണ്. ഒരു ഉപഗ്രഹ അധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് ഭുവൻ. ഗൂഗിൾ എർത്തിന് ബദലായിട്ട് ഇന്ത്യ വികസിപ്പിച്ച ഒന്നാണ് ഈ ഭുവൻ. 2009 മാർച്ചിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇത് നിർമ്മിച്ചത് ISROയാണ്. ഓണത്തിന്റെ ഐതിഹ്യം വിളിച്ചോതുന്ന മാവേലി നാടുവാണിടും കാലം എന്ന ഓണപ്പാട്ട് രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. സഹോദരൻ അയ്യപ്പനാണ് മാവേലി നാടുവാണിടും കാലം എന്ന ഓണപ്പാട്ട് രചിച്ചത്. മലയാളത്തിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഭാസ്കര മേനോൻ. വിജയ് ഹസാരെ ട്രോഫി താഴെ പറയുന്നതിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് വിജയ് ഹസാരെ ട്രോഫി. ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫിലിപ്പൈൻസ്. ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി കയറ്റുമതി ചെയ്യുന്നത് ഫിലിപ്പൈൻസിലാണ്. അടുത്ത ചോദ്യം, 19ാമത് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. കമ്പാല. 19ാമത് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഉച്ചകോടി നടക്കുന്നത് കമ്പാലയിലാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ മാരിടൈം ക്ലസ്റ്റർ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ചേർത്തല. രാജ്യത്തെ റംസാർ സൈറ്റുകളുടെ അതുല്യമായ സംരക്ഷണ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2023-24 ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. അമൃത് ധരോഹർ പദ്ധതി. ഹെപ്പറ്റൈറ്റിസ് എ രോഗ പ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഹെവിഷ്യൂർ. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ രോഗ പ്രതിരോധത്തിനായി ആദ്യമായി ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ വാക്സിൻ ആണ് ഹെവിഷ്യൂർ. JRF ലഭിക്കുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ശ്യാമ. 2023 ഡിസംബറിൽ പ്രകാശനം ചെയ്ത ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ട ജീവിതം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. MR തമ്പാൻ. ലോക മൃഗക്ഷേമ ദിനം? ആൻസർ ഓപ്ഷൻ എ ആണ്. ഒക്ടോബർ 4 ആണ് ലോക മൃഗക്ഷേമ ദിനം. തമിഴ് സാംസ്കാരിക നായകൻ തിരുവള്ളുവരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫ്രാൻസിലെ സെർജിയിലാണ്. ലാൽ ദുഹോമ ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. മിസോറാം. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഹാപ്പിനെസ് പാർക്ക് സ്ഥാപിക്കുവാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. കേരളം. 2023 നവംബറിൽ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയ കേന്ദ്ര IT മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഏജൻസി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. സെർട്ട് ഇൻ. ഇന്ത്യയിലെ ആദ്യത്തെ സ്ലോത്ത് ബിയർ റെസ്ക്യൂ സെന്റർ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. കർണാടക. കേരള സംഗീത നാടക അക്കാദമി അംഗീകരിച്ച കലാരൂപങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെടുത്തിയത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. മിമിക്രി. കേരള ഹൈക്കോടതി ഉൾപ്പെടെയുള്ള നിയമ സ്ഥാപനങ്ങൾ ഒരു
കോമ്പൗണ്ടിലാക്കുന്നതിന്റെ ഭാഗമായി ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കാനൊരുങ്ങുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് കളമശ്ശേരി. എറണാകുളത്താണ് കളമശ്ശേരി. ഏത് രാജ്യത്തിന്റെ നാവികസേനയുമായി ചേർന്നാണ് ഇന്ത്യ ബോങ്കോ സാഗർ 23 കോർബറ്റ് അഭ്യാസങ്ങൾ നടന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ബംഗ്ലാദേശ്. അടുത്തിടെ പ്രവർത്തനം അവസാനിപ്പിച്ച ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായിരുന്ന യുദ്ധവിമാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് മിഗ് 21. കേരള സർക്കാരിന്റെ ഓൺലൈൻ സിനിമ ബുക്കിംഗ് ആപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് മൈ ഷോ അല്ലെങ്കിൽ എന്റെ ഷോ. 37ാമത് ദേശീയ ഗെയിംസിൽ ബട്ടർഫ്ലൈ നീന്തലിൽ സ്വർണം നേടിയ താരം ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് സാജൻ പ്രകാശ്. 2023 ഒക്ടോബർ മാസത്തിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഹാമോൺ. ഇൻസിറ്റ് കൺസർവേഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ് 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻസിറ്റ് കൺസർവേഷൻ. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവിന് ഉദാഹരണമാണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 2 തെറ്റാണ്. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ട് വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് തെറ്റാണ്. ഇൻസിറ്റ് കൺസർവേഷൻ എന്ന് പറയുന്നത് വൃക്ഷ ഇനങ്ങളുടെ സ്വാഭാവിക ജനസംഖ്യയിലെ വനജനിതക വിഭവങ്ങൾ പോലെയുള്ള സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും സ്വാഭാവിക ജനസംഖ്യയിലെ ജനിതക വിഭവങ്ങളുടെ ഓൺസൈറ്റ് സംരക്ഷണം അല്ലെങ്കിൽ സംരക്ഷണമാണ്. ഈ പ്രക്രിയ നിവാസികളെ സംരക്ഷിക്കുകയും പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയെയും സുസ്ഥിരത ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ്. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഇന്ത്യയുടെ എത്ര ശതമാനം വനം ആവശ്യമാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 33%. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിളയായ നെല്ലുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 1ഉം 3ഉം ശരിയാണ്. നെല്ല് കൃഷിക്ക് അനുയോജ്യമായത് താഴ്ന്ന ഇടങ്ങളിലെ എക്കൽ മണ്ണാണ്. കേരളത്തിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള നെൽകൃഷിയാണ് മുണ്ടകൻ കൃഷി. താഴെ പറയുന്നതിൽ പ്രോട്ടീനിന്റെ ഘടക മൂലകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ് കാൽസ്യം. എന്നാൽ പ്രോട്ടീന്റെ ഘടക മൂലകങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് കാർബൺ, ഹൈഡ്രജൻ, സൾഫർ. കാൽസ്യം അതിൽ ഉൾപ്പെടുന്നില്ല. ഉൾപ്പെടുന്നത് കാർബൺ, ഹൈഡ്രജൻ, സൾഫർ. ഗർഭസ്ഥ ശിശുവിന്റെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കാൻ കാരണമായ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന അവസ്ഥയുണ്ടാക്കുന്ന സാഹചര്യം? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. RH നെഗറ്റീവ് രക്തമുള്ള മാതാവ് RH പോസിറ്റീവ് രക്തമുള്ള കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ. മ്യൂക്കോർമൈക്കോസിസ് എന്ന രോഗം താഴെ തന്നിരിക്കുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് ബ്ലാക്ക് ഫംഗസ്. ലിംഗാധിഷ്ഠിത അക്രമ അഥവാ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഭൂമിക. കാർസാപ്പുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വയ്ക്കുന്ന കർമ്മ പദ്ധതിയാണ് കാർസാപ്പ്. സാംക്രമിക രോഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. അവ വിലയിരുത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ് 1ഉം 2ഉം ശരിയാണ്. സമൂഹത്തിൽ വളരെ കാലമായി നിലനിൽക്കുന്ന പൂർണ്ണമായി തുടച്ചുമാറ്റാൻ കഴിയാത്തതുമായ രോഗങ്ങൾ അറിയപ്പെടുന്നതാണ് എൻഡമിക്. മലേറിയ ഒരു എൻഡമിക് രോഗത്തിന് ഉദാഹരണമാണ്. 2 പ്രസ്താവനകളും ശരിയാണ്. കോവാക്സിന്റെ ശാസ്ത്രീയമായ പേര് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് BBV152. 2023 ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഹെൽത്ത് ഫോർ ഓൾ. ജീവിതശൈലി രോഗനിർണയ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 2010. ഹൃദയ സംബന്ധമായ പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. ശരിയായവ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ്. ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം അനുഭവപ്പെടുന്ന നെഞ്ചുവേദനയാണ് ആൻജിന. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം.
രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്ഫിഗ്മോമാനോമീറ്റർ. എത്ര വയസ്സ് വരെയാണ് കുട്ടികളെ ശലഭം പദ്ധതിയിലൂടെ നിരീക്ഷിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് 18 വയസ്സ് വരെ. മാമോഗ്രഫി ടെസ്റ്റ് ഏത് രോഗനിർണയത്തിനാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് സ്തനാർബുദം. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പ്ലാസ്മ അവസ്ഥ. താഴെ കൊടുത്തിട്ടുള്ളതിൽ നിന്ന് പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ് 2, 3, 5 ആണ്. വേലിയോർജം, ജൈവവാതകം, സൗരോർജം ഇത് മൂന്നും പുനഃസ്ഥാപന ശേഷി ഉള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമാണ്. എന്നാൽ കൽക്കരി, പെട്രോളിയം തുടങ്ങിയവയെല്ലാം പുനഃസ്ഥാപന ശേഷി ഇല്ലാത്തതാണ്. അതുപോലെ തന്നെ ചെലവ് കൂടുതലാണ്, പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഭൂമിയിൽ 60 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിലുള്ള ഭാരം? ആൻസർ ഓപ്ഷൻ എ ആണ് 10 കിലോഗ്രാം. റെയർ എർത്ത് എന്നറിയപ്പെടുന്നത് ലാന്തനോയിഡുകൾ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ് എഫ് ബ്ലോക്കിലാണ് ലാന്തനോയിഡുകൾ ഉൾപ്പെടുന്നത്. 100% ശുദ്ധ സൾഫ്യൂരിക് ആസിഡിനേക്കാൾ വീര്യമുള്ള ആസിഡുകൾ? ആൻസർ ഓപ്ഷൻ എ ആണ് സൂപ്പർ ആസിഡ്. അപ്പോൾ 80 GK ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. 100 ചോദ്യങ്ങൾ അടങ്ങിയ PDF പാഠപുസ്തകം ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു.